എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടെ ആവിലപ്പള്ളിയിൽ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഈശോയ്ക്ക് ഒത്തിരി നന്ദി എനിക്ക് പറയാനുള്ളൂ. കാരണം 2024 ഒക്ടോബർ 14 ഞാനിവിടെ വരുമ്പോൾ എനിക്ക് 37 വയസ്സായി. 2 മിസ്കാരേജ് കഴിഞ്ഞതായിരുന്നു. മൂവാറ്റുപുഴ ഒരു IVF സെൻ്ററിലും കോഴിക്കോട് ഒരു IVF സെൻ്ററിലും പോയപ്പോൾ അവർ പറഞ്ഞു ഇനി കുഞ്ഞ് നോർമൽ ഇതിലാവില്ല, IVF അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല എന്ന്. അങ്ങനെയാണ് ഒരു ഒക്ടോബർ 16 ഒരു ബുധനാഴ്ച രാത്രി 2024 ഞങ്ങളിവിടെ ഈശോനാമ ജപത്തിന് വരുന്നത്. അങ്ങനെ അച്ഛനെ കണ്ടെന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ ഊതി പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു 33 വ്യാഴാഴ്ച ഇവിടെ ശുശ്രൂഷയ്ക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഹൈദരാബാദ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ വന്നില്ലെങ്കിൽ സാരമില്ല, മാതാപിതാക്കൾ വാ, നീ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഓൺലൈനിൽ എല്ലാം കൂടാൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ അപ്പായും അമ്മയും മുടങ്ങാണ്ട് 33 വ്യാഴാഴ്ച വന്നു. അങ്ങനെ ആ 33 വ്യാഴം തീരുന്നത് 2025 ജൂൺ 11 12 തീയതി ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവായി. ഈശോ തന്ന കുഞ്ഞായത്. എൻ്റെ സാക്ഷി ഇവിടെ എഴുതി വായിച്ചിട്ടുണ്ടായിരുന്നു. വന്ന് പറയണമെന്നുള്ളതുകൊണ്ട് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ഈ ആശ്രമത്തിനും ഇവിടെയുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 33 വ്യാഴാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം പരിശോധിച്ചപ്പോൾ പോസിറ്റീവായിരുന്നു. അതിനുശേഷം കർത്താവ് കുഞ്ഞിനെ മായിട്ട് ഇന്ന് വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോയേ, ഈശോയേ, ഈശോയേ.